നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ദേശീയപാതയിൽ പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിലെ റോഡിലെ കുഴിയിൽ വീണ സ്കൂട്ടർ യാത്രികന് സാരമായി പരിക്കേറ്റു. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. എറണാകുളം സ്വദേശിയായ ഫൈസലിനാണ് പരിക്കേറ്റത്. തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. കുഴിയിൽ വീണ് സ്കൂട്ടർ മറിഞ്ഞതോടെ ഹാൻഡിൽ തട്ടി നെഞ്ചിന് പരിക്കേറ്റു. ഫൈസലിന്റെ തൊട്ടുപിന്നിൽ വരികയായിരുന്ന സുഹൃത്തും സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് ഇദ്ദേഹത്തെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റി. ഇപ്പൊ ഈ കുഴിയിൽ വീണിട്ട് ചെയ്തുകൊണ്ടായിരിക്കുന്നത് എനിക്കാണ്. അപ്പോൾ എൻ്റെ നെഞ്ചിലെ എല്ല് ഫ്രാക്ചർ ഉണ്ടെന്നാണ് ഇപ്പം ഡോക്ടർ എക്സ്റേ എടുത്തിട്ട് പറഞ്ഞത്. അപ്പോൾ ബസ്സിൽ പോകണ്ട, ഒരു കാറ് പിടിച്ച് പോകുമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു വിട്ടത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവരുതെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ ഈ കുഴികൾ പരിപാടികളൊക്കെ ഒന്ന് മൂടാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമായി. കാരണം നമ്മൾ ഈ റോഡ് ടാക്സും ഈ പരിപാടിയും തേങ്ങാക്കൊലയൊക്കെ കൊടുത്ത് നമ്മൾ പോവുകയല്ലേ. എന്നിട്ട് ഇവന്മാരെന്തിനാണ് ഈ റോഡ് മൊത്തം ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ടിട്ട് ഇതൊന്നും നോക്കാനായിട്ട് ആരുമില്ല. രാവിലെ ഞാൻ അവിടെ നിന്ന് നല്ല റോഡായിരുന്നു, ഏതാണ്ട് ഒരു 50 സ്പീഡിലാണ് ഞാൻ വന്നത്. അന്ന് എനിക്ക് കുഴി കണ്ടിട്ട് 1-2 കുഴിയാണെങ്കിലും കുഴപ്പമില്ല, ഇത് നേരെ നിരത്തി ഇങ്ങനെ കുഴികൾ കിടക്കുക. അപ്പൊ വണ്ടി വീണേ പറ്റൂ. വണ്ടി വീണു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗ്ലാസ് കയറി എൻ്റെ നെഞ്ചിലിടിച്ചിട്ട് എൻ്റെ എല്ല് ചെറിയൊരു ഫ്രാക്ചറാണ് ഉണ്ടായത്. അപ്പോൾ ഡോക്ടർ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിച്ച് CT സ്കാനൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 8:10 ഉണ്ടായത്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളം പോകുന്ന വഴി ഈ റോഡ്. ഇപ്പോൾ ഇവിടെ ഒരു താലൂക്ക് ഹോസ്പിറ്റലാണ് പോയത്. വളരെ പരിതാപകരമായിരുന്നു ആ ഹോസ്പിറ്റൽ. KSRTC സ്റ്റാൻഡിന് മുൻപിൽ നിരവധി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. തൊട്ടടുത്തെത്തുമ്പോഴാണ് കുഴികൾ യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ദേശീയപാതയിലെ കുഴികൾ മൂലം നിരവധി യാത്രക്കാർ അപകട ഭീതിയിലാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. കുഴികൾ അടച്ച് അപകടക്കെണി ഒഴിവാക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. നെടുപുഴ മല്ലിത്തറ കോൾപ്പാടത്ത് മിനി ബോട്ട് മുങ്ങി കാണാതായ തൃക്കൂർ സ്വദേശിയുടെയും കരുവന്നൂർ സ്വദേശിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. പള്ളിയറ കുന്നത്തുവളപ്പിൽ ബിനോജ്, ചെറിയപാലം മുതിരപ്പറമ്പിൽ സജിൽ എന്നിവരാണ് മരിച്ചത്. ബോട്ട് മുങ്ങിയ സ്ഥലത്തിന് സമീപത്തു നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. 5 പേരടങ്ങുന്ന സംഘം പാടത്തെ വളർത്തുമീനുകൾക്ക് തീറ്റ കൊടുക്കാൻ പോകുന്നതിനിടെ ബോട്ട് മുങ്ങുകയായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന ജീവനക്കാരായ നിഷാദ്, ഗിരീഷ്, മീൻ വളർത്തൽ കരാറുകാരൻ സുനിൽ എന്നിവർ നീന്തി രക്ഷപ്പെട്ടു. കാണാതായ 2 പേർക്കായി വെള്ളിയാഴ്ച രാത്രി വൈകിയും അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതോടെ പിന്മാറേണ്ടി വന്നു. ശനിയാഴ്ച രാവിലെ പുനരാരംഭിച്ച തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വേലൂപ്പാടം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ വി യൗസി പിതാവിന്റെ ഊട്ടുതിരുനാൾ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. റെക്ടർ ഫാദർ ജോസഫ് പൂവത്തുകാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ എഡ്വിൻ ഐനിക്കൽ, ട്രസ്റ്റി ഷിജോ തരിയൻ, ജസ്റ്റിൻ മുള്ളൂർ, തോമസ് മുട്ടത്ത്, ബേബി വാഴക്കാല, തിരുനാൾ കൺവീനർ ബെന്നി വേങ്ങിക്കൽ, PRO സിനിൽ കൊടുമ്പിലായി പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. 251 കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. ചെങ്ങാലൂർ GLP സ്കൂളിൽ സാംസ്കാരിക അക്കാദമി ഉദ്ഘാടനവും ബഷീർ ദിനാചരണവും നടത്തി. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് നിർമ്മൽ കുമാർ അധ്യക്ഷത വഹിച്ചു. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ സനീഷ് ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക ദിവ്യ, PTA വൈസ് പ്രസിഡന്റ് ജൈസൺ ഒല്ലൂക്കാരൻ, മുൻ PTA പ്രസിഡന്റ് KS സജീവൻ, SMC വൈസ് ചെയർമാൻ ശ്രീജിത്ത, അധ്യാപക പ്രതിനിധി രഞ്ജിനി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പാത്തുമ്മ, സുഹറ, മജീദ്, സാറാമ്മ തുടങ്ങിയ ബഷീർ കഥാപാത്രങ്ങളുടെ പുനരാവിഷ്കാരം നടന്നു. കരാട്ടെ, സ്കേറ്റിംഗ്, ഡാൻസ്, അബാക്കസ് എന്നിവ ഉൾപ്പെടുന്ന സാംസ്കാരിക അക്കാദമി ക്ലാസുകൾക്കും തുടക്കമായി. എല്ലാവർക്കും
ആദ്യമേ തന്നെ എൻ്റെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചടങ്ങിന് മുഖ്യ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് സനീഷ് ഉണ്ണികൃഷ്ണൻ. സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, അഭിനേതാവാണ്. സന്തോഷമുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് പ്രത്യേക ഉപദേശമൊന്നും പറയാനൊന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോവുക. ചെറുതായിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ നടക്കുന്ന പോലെ കളിച്ച് തിരിച്ച് തലയിൽ വേറെ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് നടക്കുക. ബാക്കി ഭാരങ്ങളൊന്നും വേണ്ട, ഇതുപോലെ തന്നെ കളിച്ച് നടക്കുക. ഇപ്പം അതിൻ്റെ പ്രായമാണ്. പിന്നെ 2 കൾച്ചറൽ അക്കാദമിയുടെ ഉദ്ഘാടനം കൂടിയാണ്. അപ്പോൾ ബഷീറിന്റെ ഓർമ്മദിനമായി എന്നാണ് ശരിക്കും പറഞ്ഞാൽ ജൂലൈ 5-ാം തീയതിയാണ്. അതിന്റെ ആചരണമായിട്ടാണ് നമ്മൾ ഈ ബഷീറിന്റെ ഓർമ്മ പുതുക്കാനും ആളുടെ പുസ്തകങ്ങൾ വായിക്കാനും സാഹിത്യം രചിക്കാനൊക്കെ ഉള്ള പ്രത്യേകത പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞില്ലേ ഇന്നെന്താ നമ്മുടെ ഓക്കെ. വേറെന്താ? പാത്തുമടയാണ്. ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. കാരണം ഒരുപാട് കാലമായി നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയമായിരുന്നു ഒരു കൾച്ചറൽ അക്കാദമി. ആ അക്കാദമി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടി ഇന്നു മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഈ വേദിയിൽ നമുക്ക് മുഖ്യാതിഥിയായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ ഒരു യുവ സംവിധായകനാണ്. സംവിധായകൻ, എഴുത്തുകാരൻ, അഭിനേതാവ് എന്നീ എല്ലാ കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,450 രൂപയും പവന് 1,07,600 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.